السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات وبإنعامه تتحقق المقاصد والغايات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ആദരണീയരായ സയ്യിദ് BSK തങ്ങൾ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഏറെ സമാദരണീയരായ ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള അഭിവന്യരായ ഗുരുവര്യരും ഈ പ്രദേശത്തെ നമ്മുടെ ദീനി മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ, ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ സയ്യിദ് KPS തങ്ങൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സയ്യിദ് BSK തങ്ങൾ, നമ്മുടെ ഈ മഹല്ലിന്റെ ദീർഘകാലമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജി, അതുപോലെ ബാപ്പു സാഹിബ്, നമ്മുടെ ഈ വേദിയെ ആമുഖ ഭാഷണം നടത്തിയ അബ്ദുൽ ബാരി ഹുദവി, KC കുഞ്ഞാൻ ഹാജി, മൂസക്കുട്ടി ഫൈളി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഈ പ്രദേശത്തെ ദീനീ സംരംഭങ്ങൾക്കും നമ്മുടെ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധ പോഷക ഘടകങ്ങളുടെ സാരഥ്യത്തിലുമൊക്കെ നിലകൊള്ളുന്ന അഭിവന്ദരായ നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ അവന്റെ അടുക്കൽ സ്വാലിഹായ അമലായി സ്വീകരിക്കപ്പെടുന്ന ഒരു പൊരുത്തമുള്ള കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഏതൊരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ മഹാന്മാരായ മശായിഖുമാരുടെ മദദ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ഖൈറായ നിലക്ക് പൂർത്തിയാക്കി തരട്ടെ. ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശൈഖുന UM ഉസ്താദ് ഇന്നാണ് വിട പറഞ്ഞത്. അല്ലാഹു അവരുടെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ നഗരിക്ക് തൊട്ടടുത്ത് വിശ്രമിക്കുന്ന വലിയ സൂഫി ജീവിതം നയിച്ച് ആദരണീയരായ കക്കടിപ്പുറം മൂപ്പരവറുകളുടെ മുരീദായി ജീവിച്ച മഹാനായ തരുവറ ബാപ്പു എന്നവർ നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മുടെ ഈ പ്രദേശത്തും നമ്മുടെ മഹല്ലിന്റെ ഖബർസ്ഥാനിലൊക്കെ വിശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരോടൊത്ത് നാളെ ഫിർദൗസുൽ അഅലയിൽ ഒത്തുചേരാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഏതാനും മാസങ്ങളായി കേരളത്തിലെ വിശ്വാസി സമൂഹം വലിയ ആഘോഷത്തിന്റെയും ആരവങ്ങളുടെയും ആത്മഹർഷത്തിന്റെയും ഉൾപ്പുളകത്തിലാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് കാണുന്ന ആത്മീയമായ ഈ സൗകര്യങ്ങളുടെയൊക്കെ അടിത്തറ പാകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നമ്മുടെ മഹത്തായ മാതൃ സംഘടന അതിന്റെ വിജയകരമായ 100 വർഷങ്ങളെ പൂർത്തീകരിക്കുന്നതിന്റെ സന്തോഷത്തിന്റെ നിറവിലാണ് നാടും സമൂഹവുമെല്ലാം. അല്ലാഹുവിനോട് വലിയ ശുക്ർ പറയേണ്ട ഈ നിഅമത്തിനെ നമ്മുടെ തലമുറകളിലേക്ക് നൈരന്തര്യത്തോടുകൂടി നിലനിർത്തണമെന്ന് അല്ലാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു നിഅമത്താണ് അല്ലാഹു തആല കഴിഞ്ഞ 100 കൊല്ലമായി നമുക്ക് നൽകിയിട്ടുള്ളത്. ലോകത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഏതൊരു പ്രദേശമുണ്ടെങ്കിലും
ആ പ്രദേശത്തെ വിശ്വാസികൾക്ക് ആദ്യമായി വേണ്ടത് ജീവിക്കുവാനുള്ള വിഭവങ്ങളോ സൗകര്യങ്ങളോ ഭൗതികമായ സന്നാഹങ്ങളോ അല്ല. പ്രഥമവും പ്രധാനവുമായി വേണ്ടത് നിർഭയത്വത്തോടുകൂടി പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മതപരമായ സുരക്ഷിതത്വമാണ്. ദീനീ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അല്ലാഹു തആല ചില പ്രദേശങ്ങളിൽ മാത്രം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്കറിയാം, എത്രയോ ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കുമൊക്കെ കുടിയേറി താമസിക്കുന്നവരുണ്ട്. അവിടെ കച്ചവടത്തിനും ജോലിക്കും വ്യവസായത്തിനും ഒക്കെ വേണ്ടി പോകുന്നവരാണ്. എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. നമ്മുടെ ഈ കൊണ്ടോട്ടി പ്രദേശത്ത് നിന്ന് തന്നെ, നമ്മുടെ മഹല്ലിൽ നിന്ന് തന്നെ പോകുന്ന ധാരാളം ആളുകൾ, പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളുണ്ട്. പലരും പലപ്പോഴായി പറയുന്ന ഒരു വിഷമം, അവർക്കെല്ലാ സൗകര്യങ്ങളുണ്ട്, മക്കൾക്ക് ജീവിക്കുവാനോ കുടുംബസമേതം എല്ലാ ഭൗതിക സാഹചര്യങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള അവസരങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഞാൻ ബാങ്ക് കേട്ടിട്ട് 4 മാസമായി എന്നൊരു കൂട്ടുകാരൻ ഒരിക്കൽ വിഷമം പറഞ്ഞു. ജുമുഅ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് 50 കിലോമീറ്റർ യാത്ര ചെയ്യണമെന്നാണ് മറ്റൊരു സഹോദരൻ പങ്കുവച്ചത്. നോക്കൂ, നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ, നമ്മുടെ വെളിപ്പാടകലെ നമുക്ക് ലഭ്യമാവുകയാണ്. എന്നാൽ ലോകത്ത് മുസ്ലിം സമൂഹം താമസിക്കുന്ന എല്ലാ ഇടങ്ങളിലും അവർക്ക് ഈ മതപരമായ സുരക്ഷിതത്വമില്ല. അവർക്ക് ഈ ദീനിയായ അച്ചടക്കമോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മതപരമായ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളോ ആ നാട്ടിലില്ല. ഇത് ലോകത്ത് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന മിക്ക പ്രദേശങ്ങളിലെയും സ്ഥിതിയാണ്. എന്നാൽ നമ്മുടെ നാട് കേരളം വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ്. അറബിക്കടലിന്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ ഒരു ചെറിയ ഭൂപ്രദേശം. പക്ഷേ കഴിഞ്ഞ 14 നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ഘട്ടത്തിൽ പോലും മുസ്ലിം സമൂഹത്തിന് ഇവിടെ നേതൃപരമായ ഒരു ശൂന്യതയുണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിലും മുസ്ലിം സമൂഹത്തിന് അവരുടെ ദീനിന് പരിക്കേൽക്കുന്ന രീതിയിലുള്ള വലിയ പ്രത്യാക്രമണങ്ങളെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മതപരമായ സുരക്ഷിതത്വത്തിന് വേണ്ടി വലിയ സായുധ സമരങ്ങൾ നിരന്തരമായി നടത്തേണ്ട സ്ഥിതിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ അവിഭക്ത ഇന്ത്യ എടുത്തു നോക്കിയാൽ ആ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർക്ക് നാടുവിടേണ്ടി വന്നിട്ടുണ്ട്. അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ വിവിധ പ്രവിശ്യകൾ. ആ പ്രവിശ്യകളിൽ ജീവിച്ചിരുന്ന പല ആളുകൾക്കും പല പണ്ഡിതന്മാർക്കും നാടുവിടേണ്ടി വന്നിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി സീറത്തുൻ നബവിയ്യയിൽ ഗ്രന്ഥം രചിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തിൽ ഒരു ഗ്രന്ഥം രചിക്കപ്പെടുന്ന ആദ്യകാല ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലെ സീറത്തുൻ നബവിയ്യയുടെ ഗ്രന്ഥം രചിക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്നാണ്, ഗുജറാത്തിൽ നിന്നാണ്. നജീഹ് അബ്ദുറഹ്മാൻ സിന്ധി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ രചനയാണ്. പക്ഷേ ആ പണ്ഡിതൻ പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ആദ്യം അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു, പിന്നീട് മദീനക്കാരനായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വൈദേശിക അധിനിവേശം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ നിന്ന് നാടുവിടേണ്ടി വന്ന അസംഖ്യം പണ്ഡിതന്മാരിൽ ഒരാൾ മാത്രമായിരുന്നു അദ്ദേഹം. ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ ബഗ്ദാദിലെ ജ്ഞാന നഗരി എന്നറിയപ്പെടുന്ന ബഗ്ദാദിലെ വിജ്ഞാന കേന്ദ്രമായിരുന്ന മദ്രസത്തുൻ നിസാമിയ്യ, അതുപോലെ സ്പെയിനിലെ ഇസ്ലാമിക കേന്ദ്രമായിരുന്ന ഖുർത്തുബ, ഇതിനൊക്കെ സമാനമായ അൽ അസ്ഹറിന് സമാനമായ ഖറവിയ്യൻ യൂണിവേഴ്സിറ്റിക്ക്, മൊറോക്കയിലെ ഖറവിയ്യൻ യൂണിവേഴ്സിറ്റിക്ക് സമാനമായ ഒരു വൈജ്ഞാനിക കേന്ദ്രം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അൽ മദ്രസത്തുർ റഹീമിയ്യ എന്നായിരുന്നു ആ സ്ഥാപനത്തിന്റെ പേര്. ലോക ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി വൈജ്ഞാനിക ഇടപെടലുകൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ നമ്മുടെ നാട്ട് ആ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ പ്രദേശങ്ങളിൽ നിന്നും സാധാരണക്കാരായ ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഒരു മതപരമായ സുരക്ഷിതത്വത്തിന്റെ ഒരു തണൽ ഈ കേരളത്വം എന്ന് പറയുന്ന കൊച്ചു ഭൂപ്രദേശത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഒരിക്കലും ഒരു ഇസ്ലാമിക ഭരണമോ മുസ്ലിം രാജാക്കന്മാരുടെ നീണ്ട ഭരണമോ ഉണ്ടായിട്ടില്ല. ഏതാനും ചില വർഷം ടിപ്പു സുൽത്താന്റെ ഭരണം ഈ നാട്ടിൽ ഉണ്ടായത് നേരാണ്. പക്ഷെ അതൊരു വ്യവസ്ഥാപിതമായ ഭരണമായിരുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാമിക മുസ്ലിം ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ഭരണമെന്ന് പറഞ്ഞുകൂടെങ്കിലും 600 കൊല്ലക്കാലം ഇന്ത്യയെ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളാണ്. ഇന്ത്യക്ക് ഡൽഹി എന്ന ഒരു തലസ്ഥാന നഗരിയെ സമ്മാനിച്ചത് ഇവിടത്തെ മുസ്ലിം ഭരണാധികാരികളാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന അത്ഭുതകരമായ നിർമ്മിതികളെ, വാസ്തുകലാ ശില്പങ്ങളെ ഇന്ത്യക്ക് സമ്മാനിച്ചത് ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികളാണ്. മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് യൂറോപ്പിനേക്കാൾ വലിയ സാമ്പത്തിക സ്ഥിതി, അതിന്റെ 3 ഇരട്ടി
സാമ്പത്തിക സ്ഥിതി ഇന്ത്യക്കുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും അനുഭവിക്കാൻ ഈ കേരളത്തിലെ മലയാളക്കരയിലെ വിശ്വാസികൾക്കോ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് സാധ്യമായിരുന്നില്ല. പക്ഷെ ഈ പരിതസ്ഥിതികളും ചരിത്രപരമായ പിന്നോക്കാവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഒരു മുസ്ലിം നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. ആ നേതൃത്വം സ്വഹാബികളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട നേതൃത്വമാണ്. സ്വഹാബികൾ ആദ്യമായി വ്യാപാരാവശ്യാർത്ഥം കേരളത്തിന്റെ തീരങ്ങളിലേക്ക് വന്നപ്പോൾ അവരെ ഇരുകൈയും സ്വീകരിച്ച് അവരെ ഇസ്ലാമിക പ്രബോധനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിക്കൊടുത്തത് ഇവിടുത്തെ വിശ്വാസികളാണ്. നമ്മൾ കേരളത്തിന്റെ ചരിത്രം ഭരിക്കുമ്പോൾ കാണുന്നത് കാസർഗോഡ് മുതൽ കൊല്ലം വരെ നമ്മുടെ തീരപ്രദേശങ്ങളിൽ പള്ളികൾ കാണാം. ആ പള്ളികൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ്? ആ പള്ളികൾ നിർമ്മിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിക്കൊടുത്തത് ഇവിടുത്തെ അമുസ്ലിങ്ങളായ സഹോദരങ്ങളാണ്. ആ അമുസ്ലിങ്ങൾ ഒരുക്കിക്കൊടുത്ത സൗകര്യങ്ങളുടെ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. ആ പള്ളികളിൽ ഒരു ഇമാം ഉണ്ടാകും, ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ വിശ്വാസികൾ പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കിയത്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇസ്ലാമിക പ്രബോധനം സാധ്യമാക്കിയത്? അതേ മാതൃകയിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തുകൊണ്ടല്ല ദീൻ പഠിപ്പിച്ചത്. നിരന്തരമായ പ്രഭാഷണങ്ങളിലൂടെയല്ല ദീൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണങ്ങൾ നോക്കിയാൽ പരമാവധി 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമുള്ള പ്രഭാഷണങ്ങളായിരിക്കും കാണുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയാകുന്ന ഒരു തലമുറയെ നിർമ്മിച്ചു. വിജ്ഞാനത്തിന്റെ നൂറിനെ സ്വീകരിച്ച, പരിശുദ്ധ ഇസ്ലാമിന്റെ ജ്ഞാനമാകുന്ന പ്രകാശത്തെ സ്വീകരിച്ച ഒരു തലമുറയെ, ഒരു സംഘത്തെ നിർമ്മിച്ചു. ആ സംഘമായിരുന്നു സ്വഹാബത്ത് എന്ന് പരിചയപ്പെടുത്തപ്പെട്ടത്. ആ സ്വഹാബികളെ നോക്കി ജീവിക്കണമെന്നാണ് പറഞ്ഞത്. എഴുതപ്പെട്ട അക്ഷരങ്ങളിലേക്കോ നിർമ്മിക്കപ്പെട്ട ആശയങ്ങളിലേക്കോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളെ ക്ഷണിച്ചത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ചില മനുഷ്യരിലേക്കാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ജ്ഞാനപ്രഭയെ ഉൾക്കൊണ്ട, അല്ലാഹുവിന്റെ നിഅമത്തിനെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത ഒരു സംഘം മനുഷ്യർ. ആ മനുഷ്യരെ കണ്ടുകൊണ്ട് ജീവിക്കാനാണ് പറഞ്ഞത്. ആ മനുഷ്യരുടെ പ്രത്യേകത, അവർ പരിശുദ്ധ ദീനിന്റെ ഈമാനിനെ പ്രകാശമെന്നോണം ഉള്ളിലേക്ക് സ്വീകരിച്ചവരാണ്. അവരെ കണ്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ യോഗ്യരായ പണ്ഡിതരെ നിർമ്മിക്കുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ച രീതി. അതേ രീതിയാണ് കേരളത്തിലും സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിൽ പുസ്തക വിതരണത്തിലൂടെയോ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെയല്ല ദീനി പ്രബോധനം നടന്നത്. ജീവിക്കുന്ന ഈമാനുള്ള മനുഷ്യരിലൂടെ, സ്വഹാബികളെ കണ്ടുകൊണ്ട്, താബിഈകളെ കണ്ടുകൊണ്ട്, ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളെ കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ പരന്നൊഴുകിയത്. നമ്മൾ അറിയേണ്ട കാര്യം, കേരളത്തിലേക്ക് വ്യാപാരത്തിന് വേണ്ടി വന്ന മുഴുവൻ ആളുകളുമായും ഇവിടുത്തെ സദ്ദേശീയർ കലഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കലഹങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ഡച്ചുകാരുമായി, പോർച്ചുഗീസുകാരുമായി, ഫ്രഞ്ചുകാരുമായി, ബ്രിട്ടീഷുകാരുമായി കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കലഹങ്ങളില്ലാതെ ഇരുകൈയും അവരുടെ മനസ്സ് കൊടുത്ത് സ്വീകരിച്ച് ഈ നാട്ടിലേക്ക് ആനയിച്ചത് സ്വഹാബികളായിരുന്ന അറബികളായ കച്ചവടക്കാരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അത് ചെറിയ കാര്യമല്ല. അമുസ്ലിമീങ്ങളായ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് ആ രാജദർബാറിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടുന്ന ഉത്തരവുകളിൽ സാക്ഷ്യമൊഴികളായി, സാക്ഷികളായിട്ട് രേഖപ്പെടുത്തപ്പെട്ട പേരുകളിൽ മലബാരികളായ അല്ലെങ്കിൽ പേർഷ്യക്കാരായ മുസ്ലിങ്ങളുടെ പേരുകൾ കാണാം. ചരിത്രത്തിൽ നോക്കിയാൽ നോക്കൂ, ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്നവരായിരുന്നു ഇവിടെ തദ്ദേശീയർ. ആ തലമുറയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത്. സ്വഹാബികളുടെ കാലം മുതൽക്ക് തന്നെ ഇവിടെ പരിചയപ്പെടുത്തപ്പെട്ട ഇസ്ലാം, അത് പിന്നീട് മഅബരികളായ മഖ്ദൂമുമാരിലൂടെ, യമനികളായ സാദാത്തുകളിലൂടെ ഈ നാട്ടിലേക്ക് പരന്നൊഴുകുകയാണ്. എങ്ങനെയാണ് അതിന്റെ പരന്നൊഴുക്കുണ്ടായത്? ഓരോ നാട്ടിലും ഒരു പള്ളി ഉണ്ടാകും. ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് ഒന്നുകിൽ അവിടെ പള്ളി കയറ്റും, അല്ലെങ്കിൽ പള്ളിയുള്ള ഭാഗത്തോട് ഓരം ചേർന്നുകൊണ്ട് ആളുകൾ താമസിക്കും. ആ പള്ളിയിലെ ഒരു ആലിം, ഒരു ഖാദി, ഒരു മുദർരിസ്, ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെയും ഖാദിയുടെയും അവരുടെ ചലനങ്ങളെ അതുപോലെ ഒപ്പിയെടുക്കുന്ന ഒരു സമൂഹം, അവരെങ്ങനെ നിസ്കരിക്കുന്നുവോ അതുപോലെ പകർത്തിയെടുക്കുന്ന ഒരു സമൂഹം. ഈ നാട്ടിൽ പണ്ഡിതന്മാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒരു അകലവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് പണ്ഡിതന്മാരുടെ ജീവിതക്രമത്തെ കണ്ട് അവർ കൊടുക്കുന്ന ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇവിടെ വളർന്നത്. അവർക്ക് മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുഷ്ഠിക്കുവാനുള്ള പാഠ്യങ്ങളും അഭ്യാസങ്ങളും അധ്യാപനങ്ങളും നൽകപ്പെട്ടത്. അതിന്റെ തുടർച്ചയിലാണ് പൊന്നാനിയിലെ മഖ്ദൂമുമാർ പള്ളി ഉണ്ടാക്കിയത്. പൊന്നാനിയിലെ മഖ്ദൂമിന്റെ പള്ളി ഈ കേരളത്തിലെ ഒരു കൊച്ചു പ്രദേശത്തെ, മലബാറിന്റെ തീരപ്രദേശത്തെ ഒരു കൊച്ചു നഗരത്തെ ഇന്നും ലോകത്തറിയപ്പെടുന്ന ഒരു പട്ടണമാക്കി, പൊന്നാനി എന്ന പ്രദേശത്തെ ലോകത്തറിയപ്പെടുന്ന ഒരു പ്രദേശമാക്കി മാറ്റിയത് പൊന്നാനിയിലെ മഖ്ദൂമുമാരാണ്. ആ മഖ്ദൂമുമാർ അവിടെ പള്ളി ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചില കൊല്ലങ്ങളിൽ 400-ൽ പരം വരുന്ന വിദേശികൾ
വിദേശികളായ മുത്തഅല്ലിമുകൾ അവിടെ വന്ന് പഠനം നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ വിദേശികളായ ആളുകൾ വന്നു. എന്തിനേറെ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ ഇമാം മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുടെ ശിഷ്യനാണ് സന്നിധി മഖ്ദൂം രണ്ടാമൻ. ആ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പൊന്നാനിയിലെ പള്ളിയിൽ വന്ന് താമസമാക്കിയിരുന്നു എന്ന് വരെ ചില ചരിത്ര രേഖകളിൽ കാണാം. അങ്ങനെ ഒരു പണ്ഡിത്യത്തിന്റെ വിജ്ഞാനത്തിന്റെ ഒരു ബന്ധം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് പുലർത്താൻ ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക് സാധ്യമായിരുന്നു. നമ്മുടെ നാട്ടിൽ ആത്മീയ നേതാക്കന്മാർ സാദാത്തുക്കൾ യമനിൽ നിന്ന് കടന്നു വന്നു. ആ യമനിൽ നിന്ന് വന്ന സാദാത്തുക്കളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക നമ്മൾ കാണുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മാനാഞ്ചിറ കുളം നമുക്ക് കാണാം. മാനാഞ്ചിറ മൈതാനവും കുളവും അതിന്റെ ചരിത്രം എന്താണ്? ഷെയ്ഖ് ജിഫ്രി റഹിമഹുല്ലാഹ് മഹാനവറുകൾക്ക് ആ കാലഘട്ടത്തിൽ സാമൂതിരി ദാനമായി കൊടുത്ത ഭൂമിയാണത്, പ്രദേശമാണ്. ഷെയ്ഖ് ജിഫ്രി കേരളത്തിലേക്ക് വന്നപ്പോൾ അതൊരു ആത്മീയ പ്രഭയായിട്ട് ഇവിടെ ജ്വലിച്ചു നിൽക്കുന്നു. ആ സമയത്താണ് പൊന്നാനിയിലെ നാട്ടുകാർ ചെന്ന് ഞങ്ങൾക്കൊരു ആത്മീയ നേതാവിനെ വേണമെന്ന് പറഞ്ഞ് ഷെയ്ഖ് ജിഫ്രിയോട് ആവശ്യപ്പെടുന്നതും അവരുടെ തലമുറയിൽപ്പെട്ട ഷെയ്ഖ് ഹസൻ ജിഫ്രിയെ പൊന്നാനിയിലേക്ക് പറഞ്ഞയക്കുന്നതും. എപ്പോഴും ഒരു ആത്മീയ നേതാവിനെയും ഒരു ആലിമിന്റെയും ഒരു സയ്യിദിന്റെയും ഒരു സൂഫിയുടെയും ഒക്കെ നേതൃത്വത്തെ ഈ നാട്ടിലെ സാധാരണക്കാർ ആഗ്രഹിച്ചിരുന്നു. പൊന്നാനിയിലെ വിളക്കത്തിരുന്ന് പഠിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ആലിമീങ്ങൾ വളർന്നത്. ആ ആലിമീങ്ങൾ പൊന്നാനി എന്ന് പറയുന്ന തീരപ്രദേശത്ത് പഠിക്കുന്നു, അവിടെ തന്നെ അവരുടെ ഉപജീവനത്തിലുള്ള വഴികൾ കണ്ടെത്തുന്നു എന്നതായിരുന്നില്ല ഇവിടുത്തെ സ്ഥിതി. പൊന്നാനിയിൽ പോയി ഈ മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഏറനാടൻ പ്രദേശങ്ങളിലെ നാട്ടുകാർ അവിടെ ചെന്ന് ഞങ്ങൾക്ക് പൊന്നാനിയിലെ മഖ്ദൂമി പാരമ്പര്യത്തിൽപ്പെട്ട ആലിമീങ്ങളെ വേണമെന്ന് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മഞ്ചേരിയിലും കരുവാരക്കുണ്ടിലും കാളികാവിലും ഒക്കെ പോയി നോക്കിയാൽ മഖ്ദൂമി കുടുംബത്തിന്റെ വേരുകൾ അവിടെയുണ്ട്. മുസ്ലിയാരകത്ത് കുടുംബങ്ങളുണ്ട്. എങ്ങനെയാണ് ആ കുടുംബങ്ങൾ അവിടെ എത്തിയത്? അത് പൊന്നാനിയിലെ മഖ്ദൂമിന്റെ ദർസിൽ നിന്ന് പഠിച്ചിറങ്ങിയ മഖ്ദൂമി പാരമ്പര്യത്തിൽപ്പെട്ട ആലിമീങ്ങളെ ഖാദിമാരായി കൊണ്ടുപോയതാണ്. ഈ നാടിന്റെ പുരാതന ചരിത്രം നോക്കിയാൽ അവിടെയൊക്കെയും ഓരോ പള്ളിയുടെയും ചരിത്രത്തിൽ ഖാദിമാരെ കാണാൻ കഴിയും. ആ ഖാദിമാർ ആ നാടിന്റെ പ്രകാശങ്ങളാണ്. നമ്മുടെ നാടും അതിന്റെ ഉദാഹരണങ്ങളല്ലേ. നമ്മുടെ ഈ നാട്ടിലെ പള്ളി, നമ്മുടെ ഈ കോടങ്ങാട് പള്ളി എന്ന് പറഞ്ഞാൽ പുരാതനമായ ചരിത്രം പേറുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ എത്രയെത്ര ആലിമീങ്ങളാണ് അവിടെ പഠിപ്പിച്ചത്, എത്രയെത്ര പണ്ഡിതന്മാരാണ് അവിടെ ഓതി പഠിച്ചത്. അതിലേറെ ആ പള്ളിയുടെ ചുറ്റും വിശ്രമിക്കുന്ന അനേകം സൂഫിവര്യന്മാരും ആരിഫ്യങ്ങളുമായ ആളുകളില്ലേ. നമ്മൾ അറിയേണ്ടത് ഈ പള്ളിയിൽ നൂറുകണക്കിന് കുട്ടികൾ മുത്തഅല്ലിമുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിലൂടെയാണ് നമ്മുടെ നാട്ടിലെ ഈ സാധാരണക്കാർക്കിടയിലേക്ക് ദീനിന്റെ പ്രഭയും വെളിച്ചവും പകർന്നു കൊടുക്കപ്പെട്ടത്. ഇങ്ങനെ ഒരു തുടർച്ച നമ്മുടെ നാട്ടിലുണ്ടായി. ആ തുടർച്ചയുടെ ആ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയിൽ ആലിമീങ്ങൾ ദർസ് നടത്തി കൊടുക്കുകയും പണ്ഡിതോചിതമായ ഇടപെടലുകൾ നടത്തുകയും മാത്രമല്ല ചെയ്തത്, മറിച്ച് ഈ നാടിന് ആവശ്യമായ സാമൂഹികമായ ഇടപെടലുകൾ നടത്തി. വൈദേശിക അധിനിവേശികൾ ഈ നാടിനെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കെതിരെ സമരാഹ്വാനം നടത്തിയത് ആദ്യമായി ഇന്ത്യ ചരിത്രത്തിൽ ഒരു സമരാഹ്വാനത്തിൽ രചിക്കപ്പെടുന്നത് നമ്മുടെ പൊന്നാനിയിൽ നിന്നാണ്. ഒന്നാം മഖ്ദൂമിന്റെ തഹരീദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതുപോലെ രണ്ടാമത്തെ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, കോഴിക്കോട്ടെ ഖാദിമാർ ഖാദി മുഹമ്മദിന്റെ ഫത്ഹുൽ മുബീൻ, ഇങ്ങനെയുള്ള വിഖ്യാതമായ ഗ്രന്ഥങ്ങൾ അവരുടെ സാമൂഹികമായ ഇടപെടലുകൾക്ക് ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാര്യങ്ങളാണ്. അതിനു പുറമെ നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് മതപരമായ കാര്യങ്ങൾ പഠിക്കുവാനുള്ള വ്യവസ്ഥാപിത രീതികൾ പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു. ആ പൊന്നാനി പള്ളിയിൽ നാട്ടിലെ സാധാരണക്കാർ വന്ന് ഓതി പഠിക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. നാട്ടുദർസുകൾ, ആ നാട്ടുദർസുകളിലൂടെ ആളുകൾ വന്ന് ഓതി പഠിച്ചിരുന്നു. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഓതിയവർ, ഫത്ഹുൽ മുഈൻ പഠിച്ചവർ, ഇങ്ങനെ വിവിധ വിജ്ഞാന ശാഖകളെ കുറിച്ച് ധാരണയുള്ളവർ, പ്രാഥമിക വിജ്ഞാനത്തെ കുറിച്ച് ബോധമുള്ളവർ, അങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടായി. ആ തലമുറയാണ് പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലും ഈ നാടിനെ നയിച്ചത്. 13ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ റിഹലയിൽ മുലൈബാർ എന്ന പ്രദേശത്തെ പരിചയപ്പെടുത്തി നമ്മുടെ മലബാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മുലൈബാറിന്റെ പ്രത്യേകത ഇവിടെ സൂഫികളുടെ നേതൃത്വത്തിലാണ് ഈ നാട് വളർന്നത് എന്നാണ്. ആലിമീങ്ങളുടെ, ആരിഫീങ്ങളുടെ, സൂഫികളുടെ നേതൃത്വത്തിൽ അവരെ കണ്ടുകൊണ്ട് വളരുന്ന കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും ആത്മീയ നേതാക്കന്മാരായ സൂഫികളുടെ, സുന്നി ആലിമീങ്ങളുടെ തണലിലാണ് ഇവിടെ എല്ലാ പോരാട്ടങ്ങളും ഉണ്ടായത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം വായിക്കുമ്പോൾ അവർ മലബാർ സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവർ തന്റെ അനുയായികൾ ഒരുമിച്ച് കൂട്ടി മൗലിദ് ഓതിയതിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മഹാനായ മമ്പുറം തങ്ങൾ ഉപ്പാപ്പാന്റെ മഖ്ബറ, ആ മഖ്ബറ പൊളിച്ചു കളയണമെന്നും അത് പൊളിച്ചു കളഞ്ഞ അവിടുത്തെ ദേഹത്തെ നാട് കടത്തണമെന്നും ആ കാലഘട്ടത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മേലധികാരികൾക്ക് എഴുതിയ കത്ത് ചരിത്രത്തിന്റെ രേഖയിൽ കാണാം. എന്താണ് അവർ കാരണം പറഞ്ഞത്? മമ്പുറത്തെ തറമ്മൽ പള്ളിയിലെ ജാറത്തിൽ പോയി ആത്മീയമായ ഊർജം സ്വീകരിക്കുന്നവരാണ് മാപ്പിളമാർ. അതുകൊണ്ട് ആ
ഖബറിനെ മഖ്ബറയെ ഇല്ലായ്മ ചെയ്യണം. ബ്രിട്ടീഷുകാർ അതിനെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മമ്പുറം തങ്ങളുടെ മകൻ സയ്യിദ് ഫദൽ തങ്ങളെ നാട് കടത്തിയത്. മമ്പുറം തങ്ങളെക്കാൾ വീരേതിഹാസമുള്ള ചരിത്ര നായകനായിട്ട് ആ മഹാനുഭാവൻ ഇവിടെ അവരോധിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ്. വാരിയങ്കുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അദ്ദേഹത്തിന്റെ ജനാസയെ പോലും ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? വാരിയങ്കുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജനാസ ഇവിടെ അവശേഷിച്ചാൽ അതൊരു മഖ്ബറയും ദർഗയുമായി കഴിഞ്ഞാൽ തലമുറകളായിട്ട് ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് അത് ആത്മവീര്യം പകരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ജനാസയെ പോലും അവർ ഇല്ലായ്മ ചെയ്തു കളഞ്ഞത്. അങ്ങനെ ഒരു ആത്മീയ പാരമ്പര്യമാണ് ഈ നാട്ടിലെ മലബാറിലെ മുസ്ലിമീങ്ങളുടെ കരുത്ത് എന്ന് ബ്രിട്ടീഷുകാർ പോലും തിരിച്ചറിഞ്ഞിരുന്നു. ആ ഒരു ചരിത്രത്തിന്റെ പിന്തുടർച്ചയിലാണ് പിന്നീട് 1920കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന് ഇത്രയും ആമുഖം പറഞ്ഞത് ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1920കളിൽ പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ ഒരു സംഘടന രൂപീകരണത്തിന് വേണ്ടി പൊട്ടിപ്പുറപ്പെട്ട ഒരു ആശയമായിരുന്നില്ല. അത് നൂറ്റാണ്ടുകളുടെ തുടർച്ചയായിരുന്നു. സമസ്ത ഒരു തുടക്കമായിരുന്നില്ല, അതൊരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിന്റെ ചരിത്രം പറയുന്ന പലരും 1920കൾക്ക് മുമ്പ് ഈ നാട് ഒരു ഇരുണ്ട നവോത്ഥാനത്തിന്റെ അധ്യായമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. നവോത്ഥാനം ഞങ്ങൾ തുടങ്ങിയവരായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ആ പറയുന്നവർ അറിയേണ്ട ഒരു ചരിത്ര യാഥാർത്ഥ്യം, നൂറ്റാണ്ടുകളായി ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ പോലും മുസ്ലിമീങ്ങൾക്ക് ഒരു നേതൃശൂന്യതയുണ്ടായിട്ടില്ല. എക്കാലത്ത് മുസ്ലിമീങ്ങൾ മതപരമായും സാമൂഹികമായും സാംസ്കാരികമായും ഔന്നിത്യത്തിലുള്ളവരായിരുന്നു എന്ന ചരിത്രത്തിൽ കാണാം. 1920കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്ന പശ്ചാത്തലം എന്താണ്? 13 നൂറ്റാണ്ടുകാലം ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ശരിയല്ലെന്നും നിങ്ങളൊക്കെ ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്താണ്, നിങ്ങളുടെ പൂർവ്വസൂരികൾ ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തുള്ള മുശ്രിക്കുകളും മുർത്തദ്ദുകളുമാണെന്ന് പറഞ്ഞ് ഒരുപറ്റം ആളുകൾ ഇവിടെ രംഗത്ത് വരുന്നു. തെക്കൻ കേരളത്തിലാ തുടങ്ങിയത്. ആ തെക്കൻ കേരളത്തിൽ ഒരു പണ്ഡിതൻ കോഴിക്കോട് നഗരത്തിൽ വരികയും തുടർച്ചയായി അവിടെ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തപ്പോഴാണ് ഇത് ഈ നാടിന്റെ പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ എന്ന കാലഘട്ടത്തിന്റെ ഖുത്ബ മഹാന്മാരായ ആലിമുകളെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞത്, നമുക്ക് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സംഘടന രൂപീകരിക്കുകയും ഈ പുതിയ പുത്തനാശയക്കാർക്കെതിരെ പ്രതിരോധം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു അനിവാര്യതയുടെ തുടക്കമായിരുന്നു. അത് അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ അത്തരം ഇടപെടലുകൾ നമ്മുടെ ആലിമീങ്ങൾ നടത്തിയിട്ടില്ല. ആ അനിവാര്യമായ ഇടപെടലുകൾക്ക് 1926 തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഒരു സംഘടന ഉണ്ടാക്കുമ്പോഴേക്ക് അതിന്റെ പിറകിൽ ആളുകൾ ഒത്തുകൂടുന്ന ഒരു പാരമ്പര്യം വന്നില്ല. സംഘടനകളുടെ പിറകെ ഞങ്ങൾ ഉണ്ടാക്കിയാൽ മതി, കൂടെ വരാമെന്ന മനോഭാവം നാട്ടുകാർക്കില്ല. 1920കളിലെ കേരളത്തിലെ സാക്ഷരത വെറും 10% മാത്രമാണ്. 10% സാക്ഷരതയുള്ള കേരളത്തിൽ ഒരു സംഘടന രൂപീകരിക്കുമ്പോഴേക്ക് അതിന് ജനകീയമായ പിന്തുണ കിട്ടില്ല. അങ്ങനെ ഒരു ജനകീയമായ സംഘടനയുടെ സ്വഭാവം അന്ന് ഇന്ത്യയിൽ പോലും ഉണ്ടായിരുന്നില്ല. 1920കളിലാണ് ഒരു ദേശീയ പ്രസ്ഥാനത്തെ ജനകീയവൽക്കരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി പോലും സ്വാതന്ത്ര്യ സമരത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി അവതരിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു സംഘടന എന്ന അർത്ഥത്തിൽ സമസ്ത ഉദയം കൊള്ളുന്നത്. നമ്മൾ അറിയേണ്ടത്, അന്ന് സംഘടന രൂപീകരിക്കുമ്പോഴേക്ക് അതിന്റെ പിറകെ കൂടാൻ അന്ന് നാട്ടുകാർക്കുള്ള അതിന് സന്നദ്ധമായിരുന്നില്ല. എന്താ സമസ്തയുടെ ആലിമീങ്ങൾ ചെയ്തത്? അന്ന് 1-2 സംഘടനയല്ല, നിരവധി സഭകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് രൂപീകരിക്കപ്പെട്ട വിവിധ സഭകൾ അന്നുണ്ടായിരുന്നു. ആ സഭകളുടെയും സംഘടനയുടെയും ഒക്കെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുള്ളവരുണ്ട്, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. ഈ ജനങ്ങളെ ഒത്തുകൂടുമ്പോൾ അവർക്ക് കൊടുത്തത് ആത്മവിശ്വാസമായിരുന്നു. 13 നൂറ്റാണ്ട് കാലത്തെ നമ്മുടെ പാരമ്പര്യം ശരിയാണെന്നും നിങ്ങളുടെ ഈമാനും അമലും സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്നുമുള്ള ധൈര്യം, ആ ആത്മധൈര്യം കൊടുക്കുകയും ആത്മവിശ്വാസം നൽകുകയും തങ്ങൾക്ക് പള്ളി മെഹ്റാബിൽ ഇമാമ് നിൽക്കുന്ന തങ്ങളുടെ മത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരുന്ന ആലിമീങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന ബോധ്യവും ഉണ്ടായപ്പോഴാണ് ഈ നാട്ടുകാർ വിശ്വാസികൾ ആലിമീങ്ങളുടെ പിറകെ ഒത്തുകൂടിയത്. അത് ചെറിയ കാര്യമല്ല. അവർ ഓരോ വക്തിന് പോകുമ്പോഴും പള്ളിയിൽ കാണുന്ന ആലിമീങ്ങൾ ഉസ്താദുമാർ, ആ ഖാദിമാർ തന്നെയാണ് അവർക്ക് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ ഉസ്താദുമാരുടെ ജീവിതം അവർക്കറിയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ 24 മണിക്കൂറും ഒന്നുകിൽ ദിക്റിലാണ്, അല്ലെങ്കിൽ ഇബാദത്തിലാണ്, അല്ലെങ്കിൽ ദർസിലാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് നിയമം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടിലെ പൊതു പ്രശ്നങ്ങളിൽ പരിഹാരത്തിനിറങ്ങുകയാണ്. പരിശുദ്ധ ദീനിന്റെ മതപരമായ കൽപ്പനകളെ ശിരസാവഹിക്കുക എന്നതല്ലാത്ത മറ്റൊരു ഉത്തരവാദിത്വം നിർവഹിക്കാതെ ആത്മീയമായ ജീവിതത്തിലൂടെ നയിക്കുന്ന, മരണസമയത്ത് കലിമ ചൊല്ലി വിട പറയുന്ന ആലിമീങ്ങൾ, ആ ആലിമീങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ ഈ സംഘടനയ്ക്ക് ബീജാവാപം നൽകി നേതൃത്വത്തിലുള്ളത് എന്ന് ബോധ്യപ്പെടുമ്പോൾ നാട്ടുകാർക്ക് മറ്റൊരു ആലോചനയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ ഭൗതിക സന്നാഹങ്ങളും ഉണ്ടായിട്ടും മറുഭാഗത്തേക്ക് ആളുകൾക്ക് അതിന്റെ പിറകെ
കൂടാതെ ഈ നാടിന്റെ മുഖ്യധാര എന്നും ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ കൂടെ ഒത്തുചേർന്നത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ വലിയൊരു ബഹുജനാടിത്തം രൂപപ്പെട്ടത്. ആലിമീങ്ങൾ അവരുടെ വൈജ്ഞാനികമായ ഉയർച്ചയുടെ ഒരു വിധാനത്തിൽ നിൽക്കുകയും സാധാരണക്കാരുമായി ബന്ധം രൂപീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതുണ്ടാകുമായിരുന്നില്ല. ആലിമീങ്ങളും സമൂഹവും തമ്മിലുള്ള നൈരന്തര്യമായ ഇടപെടലുകൾക്ക് അവിടെ വേദിയുണ്ടായി. നമ്മുടെ മഹല്ലുകൾ അതിന്റെ പ്രധാന കേന്ദ്രങ്ങളായി വർത്തിച്ചു. നമ്മുടെ പള്ളികൾ അതിന്റെ വലിയ കേന്ദ്രങ്ങളായി. സമസ്തയുടെ വലിയ വലിയ ആലിമീങ്ങൾ, സമസ്തയുടെ ആദരണീയരായ ജനറൽ സെക്രട്ടറി ആയിരുന്ന സൈനുൽ ഉലമ റഹിമഹുല്ലാഹ് മഹാനവർകൾ നമ്മുടെ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. മഹാനായ ശൈഖുൽ മർഹൂം കാപ്പിൽ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ നമ്മുടെ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. വലിയ വലിയ ദുർഗ്രാഹ്യമായ കിതാബുകളെ തന്റെ മക്കൾക്ക് ഓതി കൊടുക്കുമ്പോഴും വലിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കുമ്പോഴും ഈ നാട്ടിലെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളിൽ നമ്മുടെ സാധാരണക്കാരന്റെ വീട്ടിലുള്ള ലളിതമായ ആവശ്യങ്ങൾക്ക് വരെ ആ ആലിമീങ്ങൾ സന്നിഹിതരാകാറില്ലേ? ഒരാൾ മരണപ്പെടുമ്പോൾ, അവരുടെ വീട് കൂടുതലുണ്ടാകുമ്പോൾ, കല്യാണ വേളകൾ ഉണ്ടാകുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സന്തോഷങ്ങളിൽ അതിഥിയാണ് ഈ പണ്ഡിതന്മാർ. അവരുടെ സന്താപ വേളകളിൽ ആശ്വാസവാക്കുകളുമായി വരുന്നവരാണ് ഈ പണ്ഡിതന്മാർ. പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ മുകളിൽ നിൽക്കുമ്പോഴും സാധാരണക്കാരന്റെ കൂടെ അവന്റെ സന്തോഷങ്ങളുടെയും സന്താപങ്ങളുടെയും ഭാഗമാകുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയെ ജീവിതത്തിന്റെ ഭാഗമാക്കി ദഅവത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു നൽകിയ ഒരു വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ തുടർച്ചയുണ്ടായിരുന്നു. അത് ഈ കേരളത്തിൽ മാത്രമാണ് നമ്മൾ കണ്ടത്. ലോകത്ത് ധാരാളം പണ്ഡിതന്മാർ നിങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ കാണാം. ആ പ്രദേശങ്ങളിലുള്ള പണ്ഡിതന്മാർക്കൊന്നും അവരുടെ നാട്ടിലെ ജനങ്ങളുമായി ഇതുപോലെ സാമൂഹിക ബന്ധം പുലർത്താൻ കഴിയില്ല. നിങ്ങളൊക്കെ GCC രാജ്യങ്ങളിൽ താമസിച്ച ആളുകളല്ലേ? പലരും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ. അവിടെയുള്ള പണ്ഡിതന്മാർക്ക് അവിടെയുള്ള ബഹുജനങ്ങളുമായി സഹവർത്തിത്വത്തിൽ ഏർപ്പെടാൻ പ്രായോഗികമായ പരിമിതികൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ ആലിമീങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ദർസിന്റെയും വിജ്ഞാനത്തിന്റെയും മേഖലയിൽ ഇടപെടുമ്പോഴും ധാർമ്മികമായ സാമൂഹിക പ്രതിബദ്ധതയെ ജീവിതത്തിന്റെ ഭാഗമാക്കി അവർ കൊണ്ടു നടന്നു. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ തുടർച്ചയിലാണ് 1951 മുതൽ സമസ്ത അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്കുള്ള ചുവടുവെപ്പ് നടത്തിയത്. 1951 സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടുന്നത്. അതിന്റെ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിലെ കാര്യവട്ടത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ മഹാനരായ സയ്യിദ് ഖായിദുൽ ഖൗം അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മഹാനവറുകളുടെ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തെ ഉമ്മത്ത് ഏറ്റെടുക്കുന്നു. മദ്രസകൾ രൂപീകരിക്കപ്പെടുന്നു. മദ്രസ ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴേക്ക് ആളുകൾ മദ്രസയുടെ രജിസ്ട്രേഷന് വേണ്ടി വരി നിൽക്കുന്ന കാഴ്ച അന്ന് കാണില്ല. ഇന്ന് അങ്ങനെയല്ല. ഓരോ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം ചേരുമ്പോൾ ഇങ്ങോട്ട് അപേക്ഷകളാണ്. പുതിയ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് നിരന്തരമായി ഇങ്ങോട്ട് അഫിലിയേഷനുകൾ വരുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. 1951 അങ്ങനെയല്ല. 51 മുതൽ 57 വരെയുള്ള സമസ്തയുടെ ആദ്യകാലത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ ചരിത്രം നോക്കിയാൽ 6 കൊല്ലത്തിനിടയിൽ വെറും 90 മദ്രസകൾ മാത്രമാണ് രൂപീകരിക്കപ്പെട്ടത്. എങ്ങനെയാണ് മദ്രസ? അന്ന് ആളുകൾക്ക് കിടപ്പാടങ്ങളില്ല, കിടക്കാൻ സൗകര്യങ്ങളില്ല, അവർക്ക് വസ്ത്രങ്ങളില്ല. ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു മദ്രസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ അവർക്ക് സാധ്യമാകാത്ത കാലമായിരുന്നു. എന്നാൽ നമ്മുടെ ആലിമീങ്ങൾ ചെയ്തത് എന്താണ്? ഓരോ പ്രദേശത്തേക്കും ഇറങ്ങി ചെന്നു, ആളുകളെ ബോധവൽക്കരിച്ചു, നിരന്തരമായ വഅദുകൾ നടത്തി. 40 ദിവസം തുടർച്ചയായി വഅദ് നടത്തിയിട്ട് ആ വഅദ് നടത്തിയതിലൂടെ നാട്ടിൽ മദ്രസകൾ രൂപീകരിക്കപ്പെട്ടതിന്റെ ചരിത്രം നമ്മുടെ പണ്ഡിതന്മാരുടെ ചരിത്രരേഖകളിൽ കാണാം. നമ്മുടെ ആലിമീങ്ങളും സയ്യിദന്മാരും ഒക്കെ അവർ ഊണും ഉറക്കവും ഒഴിച്ച് ഈ നാടിന്റെ ദീനീയ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. മഹാനായ സയ്യിദ് PMSA പൂക്കോയ തങ്ങളെന്ന ഈ കേരളത്തിൽ ആത്മീയ പ്രഭ വരുത്തിയ മഹാനായ സയ്യിദിന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. രാത്രി സമയത്ത് എവിടെയോ മദ്രസ ഉണ്ടാക്കാനും ഒക്കെ പോയി തിരിച്ചു മടങ്ങി വരുന്ന നേരത്ത് വാഹനം കേടുവന്ന് വീട്ടിലേക്ക് എത്താൻ വഴിയില്ലാത്തതിന്റെ പേരിൽ കോട്ടക്കലങ്ങാടിയിൽ പേപ്പർ വിരച്ച് കിടന്നുറങ്ങിയ മഹാനായ സയ്യിദിന്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവർ കൊണ്ട വെയിലിന്റെ തണലാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ മദ്രസകൾ ഉണ്ടാക്കി. നമ്മുടെ ആലിമീങ്ങൾ ബോധവൽക്കരണം നടത്തിയപ്പോൾ അതിലേക്ക് അവനവന്റെ കയ്യിലുള്ള പണം കൊടുത്ത് ചുറ്റുമുറിച്ചു കൊടുത്ത രക്തത്തിന്റെ കറ പോലും നമ്മുടെ മദ്രസകൾക്ക് ശിലയിട്ട കല്ലുകളിൽ കാണാൻ കഴിയും. അവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ മദ്രസകൾ, ആ മദ്രസകളിലൂടെ നിർമ്മിക്കപ്പെട്ടത് കെട്ടിടങ്ങളായിരുന്നില്ല, അതൊരു മനോഭാവ നിർമ്മിതിയായിരുന്നു. എന്റെ കുട്ടിക്ക് മതബോധം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മനോഭാവ നിർമ്മിതി. നമ്മൾ അറിയേണ്ടത് ഇന്ന് 11,080 പരം മദ്രസകളാണ് 75 കൊല്ലത്തെ സമസ്തയുടെ ചരിത്രത്തിൽ രൂപീകരിക്കപ്പെട്ടത്. ഇതൊരു ചെറിയ കണക്കല്ല. കേരളത്തിന്റെ ആകെ ജനസംഖ്യ 3.5 കോടിയാണ്. 3.5 കോടിയുള്ള ജനസംഖ്യയുള്ള കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം 12,900 പരം മാത്രമാണ്. 13,000 താഴെ. അതിൽ തന്നെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന പൊതുവിദ്യാലയങ്ങൾ 5,000 കീഴെയാണ്. എന്നാൽ കേവലം 1 കോടി മാത്രം ജനസംഖ്യയുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സമസ്ത
എന്ന ഒരു സ്വകാര്യ ഏജൻസി അതിന്റെ മാത്രം സന്നാഹങ്ങൾ ഉപയോഗിച്ച് ഈ നാടിന്റെ പൊതുസമൂഹത്തിന്റെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി 1 കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചത് 11,080 പരം വരുന്ന മദ്രസകൾ. ഈ പഞ്ചായത്തിൽ തന്നെ നോക്കിയാൽ, നമ്മുടെ മഹലിൽ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് പൊതുവിദ്യാലയങ്ങളെക്കാൾ എത്ര മടങ്ങ് മദ്രസകൾ കാണാൻ കഴിയും. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ നാട്ടിൽ പ്രാഥമിക മതവിദ്യാഭ്യാസത്തെ സമസ്ത ജനകീയവൽക്കരിച്ചു. ഇത് ചെറിയ കാര്യമല്ല. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ദമ്പതിമാർക്ക് എന്റെ കുട്ടിക്ക് മതം പഠിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ആശങ്കയുണ്ടാകുന്നില്ല. മതം പഠിപ്പിക്കുവാൻ കഴിയില്ലെന്ന ഒരു വേദന ഒരു കുട്ടിക്കുമില്ല, ഒരു രക്ഷിതാവിനുമില്ല. ആ ഉത്തരവാദിത്വം സമസ്ത തലയിലേറ്റിയിരിക്കുകയാണ്. ഇത് ലോകത്തെവിടെയാണ് ഇതുപോലെ കാണാൻ കഴിയുക? ഈ കേരളത്തിൽ 12 ലക്ഷം കുരുന്നുകളാണ് സമസ്തയുടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇത് അവകാശപ്പെടാൻ കഴിയും? ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അറബ് രാജ്യമാണ് ഈജിപ്ത്. 8.5 കോടിയാണ് അവിടുത്തെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ. പക്ഷെ അവിടുത്തെ ഗവൺമെന്റിന് പോലും പറയാൻ കഴിയില്ല ഈ നാട്ടിലെ 5 മുതൽ 15 വരെ പ്രായമുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രാഥമികമായ മതവിദ്യാഭ്യാസത്തെ ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. രാവിലെ 6:30 മണിക്ക് ബാഗ് തൂക്കി കുട്ടികൾ അവിടെ പോകാറുണ്ട്. അത് സ്കൂളിലേക്കാണ്, പൊതുവിദ്യാലയത്തിന് വേണ്ടിയാണ്. പ്രാഥമികമായ മതവിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അവരുടെ രക്ഷിതാവിന്റെ ബാധ്യതയാണ്. രക്ഷിതാവ് കണ്ടെത്തണം ആളെ, രക്ഷിതാവിന്റെ ചുമതല നിർവഹിക്കപ്പെടണം. ഇതിന്റെ കൽപ്പനയും അതാണ്. എന്റെ കുട്ടിക്ക് ഫാത്തിഹ പഠിപ്പിക്കേണ്ടത്, നിസ്കരിക്കാൻ പഠിപ്പിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. രക്ഷിതാവ് എന്ന എന്റെ ഉത്തരവാദിത്തമാണ് സമസ്തയുടെ നമുക്ക് വേണ്ടി തലയിലേറ്റിയിരിക്കുന്നത്. ഇത് ലോകത്തെ ഏറ്റവും വിപ്ലവകരമായ വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആളുകൾ എപ്പോഴും മാർക്കറ്റുള്ളത് മാത്രമാണ് ആളുകൾ അഭ്യസിക്കുന്നത്. ഏതാനും കൊല്ലങ്ങൾ മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന വിദ്യാഭ്യാസമായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജുകൾ. 2005 മുതൽ 15 വരെയുള്ള കാലയളവിൽ മലബാറിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട പൊതുകലാലയങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. പക്ഷേ ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സീറ്റുകൾ വേക്കന്റ് ആണ്. കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ അതിൽ 1,30,000-ഓളമുള്ള അപേക്ഷയിൽ 1 ലക്ഷം പോലും ആപ്ലിക്കേഷനുകൾ തികഞ്ഞില്ല എന്ന് ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞ കണക്കുകൾ പുറത്തു വന്നിരുന്നുവല്ലോ. മാർക്കറ്റുള്ള വിദ്യാഭ്യാസത്തിന്, കരിയർ സ്കോപ്പുള്ള വിദ്യാഭ്യാസത്തിന് ആളുകൾ അതിന്റെ പിറകെ പോവുകയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദ്രസയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടോ, മദ്രസയിൽ നിന്ന് കുട്ടികൾ പഠിച്ചെടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ മേന്മ കൊണ്ടോ ആ സർട്ടിഫിക്കറ്റ് അവർ കരിയറിൽ എവിടെയാണ് ഉപകാരപ്പെടുന്നത്? +2 വരെയുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ജോലിയിൽ പ്രത്യേക പരിഗണനകളൊന്നും കിട്ടാറില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാ ദിവസത്തെയും പ്രഭാതത്തിന്റെ ഏറ്റവും ക്രീമി ആയിട്ടുള്ള 1.5 മണിക്കൂർ മതപഠനത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് ഓരോ രക്ഷിതാവും കുട്ടികളുടെ കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നത്? ഞാൻ ഫാത്തിഹ പഠിച്ച പോലെ, ഞാൻ നിസ്കരിക്കാൻ പഠിച്ച പോലെ, ഞാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിച്ച പോലെ എന്റെ കുട്ടിയും പഠിക്കണമെന്ന നിർബന്ധിതമായ മതബോധത്തിന്റെ പിറകിലാണ്. നിർമ്മിതിയാണ് നമ്മൾ അറിയേണ്ടത്. കേരളത്തിന്റെ പുറത്തു പോയി നോക്കിയാൽ അവിടെയുള്ള നാടുകളിൽ പലപ്പോഴും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. ഉത്തര കർണാടകയിലെ സിർസി എന്ന ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൽ സമസ്തയുടെ മദ്രസയുണ്ട്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണമാണ്. ആദരണീയരായ നമ്മുടെ ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യരായ അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂർ അവർകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ആദരണീയരായ നേതാക്കളൊക്കെ എത്തിയതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ച വിഷയം പൂർത്തീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചുരുക്കുന്നു. ഉത്തര കർണാടകയിലെ സിർസി എന്ന നഗരം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ്. അവിടെ സമസ്തയുടെ ഒരു മദ്രസയുണ്ട്. ആ മദ്രസയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ധാരാളം പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒറ്റ മദ്രസയേ ഉള്ളൂ. ഒരിക്കൽ അവിടെ സന്ദർശിച്ചപ്പോൾ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ മദ്രസ ഉണ്ടാക്കിക്കൂടെ? അവർ പറഞ്ഞ മറുപടി, എത്ര മദ്രസ ഉണ്ടാക്കാനും ഇവിടെയുള്ള സമ്പന്നർ സന്നദ്ധരാണ്. എത്ര മദ്രസ വേണമെങ്കിലും ഉണ്ടാക്കാം. അതിലേക്ക് അധ്യാപകർക്ക് എത്ര ശമ്പളം കൊടുക്കാനും റെഡിയാണ്. പക്ഷെ പിന്നെ എന്താണ് പ്രശ്നം? ഉണ്ടാക്കിയ മദ്രസയിലേക്ക് എന്റെ കുട്ടിയെ പഠിക്കാൻ പറഞ്ഞയക്കണമെന്ന മനോഭാവമുണ്ടല്ലോ, ആ മനോഭാവം പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടില്ലല്ലോ എന്നാണ് അവർ ചോദിച്ചത്. ആ മനോഭാവ നിർമ്മിതിയാണ് കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ടത്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട് ഒരുമിച്ച് നിന്ന് ആലിമീങ്ങളുടെയും സാദാത്തുകളുടെയും സൂഫികളുടെയും നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖരുടെയും ഒക്കെ ഒരുമിച്ച് നിന്നുള്ള നേതൃത്വത്തിന്റെ ഫലമായി ഇവിടെ നിർമ്മിക്കപ്പെട്ട ഒരു അത്ഭുതകരമായ ഒരു മെക്കാനിസമായിരുന്നു സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. ആ
വിദ്യാഭ്യാസത്തിൽ മുൻഗണനാക്രമങ്ങൾ പാലിച്ചു. എന്നിട്ട് അറബി കോളേജുകളിലേക്ക്, പള്ളി ദർസുകളുടെ വ്യാപനത്തിലേക്ക്, ഉപരിപഠന മതകലാലയങ്ങളിലേക്ക് ഒക്കെ വളർന്നു പന്തലിക്കുന്ന ഒരു ദേശാന്തര കീർത്തിയുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ സമസ്ത പരിചയപ്പെടുത്തുകയാണ്. അതിനേറെ അപ്പുറത്ത് നമ്മുടെ നാട് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ 100 കൊല്ലമായി ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള ആലിമീങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 100 കൊല്ലം മുമ്പത്തെയും മുഖ്യധാര, ഇന്നത്തെയും മുഖ്യധാര. ഇത് മഹാത്ഭുതമാണ്. എത്രയെത്ര വേലിയേറ്റങ്ങൾ ചരിത്രപരമായി നമ്മുടെ നാട്ടിലുണ്ടായി. ലോക ചരിത്രത്തിൽ ഓരോ പ്രദേശങ്ങൾ നോക്കിയാലും അവിടെ ഒരൊറ്റ ബിദ്അഈ സംഘടന വരുമ്പോഴേക്ക് ആ നാടിന്റെ പാരമ്പര്യം പൂർണ്ണമായി അട്ടിമറിക്കപ്പെടാറുണ്ട്. സൗദി അറേബ്യയിൽ ഒരൊറ്റ വഹാബിസമാണ് വന്നത്. ആ നാടിന്റെ പാരമ്പര്യം പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടു. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയെത്ര ബിദ്അഈ സംഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ബിദ്അഈ സംഘങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നപ്പോഴും, കള്ളത്തൊരീക്കത്തുകാർ വന്നപ്പോഴും, വ്യാജ സംഘങ്ങൾ വന്നപ്പോഴും, വിഘടനവാദങ്ങൾ വന്നപ്പോഴും അതിനൊന്നും ഈ കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിനെ ഇളക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഈ പരിശുദ്ധമായ സമസ്തയുടെ സുന്നത്തു ജമാഅത്തിന്റെ മാർഗ്ഗരേഖയിൽ തന്നെ ഉറച്ചു നിന്നു. എന്തായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം? വളച്ചുകെട്ടില്ലാത്ത ആദർശം, പരിണാമങ്ങളില്ലാത്ത ആദർശം, വൈരുദ്ധ്യങ്ങളില്ലാത്ത ആദർശം. അത് വളരെ പ്രധാനമാണ്. വിശ്വാസപരമായ ഭദ്രത വളരെ പ്രധാനമാണ്. കേരളത്തിൽ വന്ന എല്ലാ ബിദ്അഈ സംഘങ്ങളും അവർ ഓരോരുത്തരും അവർ പറഞ്ഞ ആദർശങ്ങളിൽ നിന്ന് പിറകോട്ട് പോയി. ഒരു കാലത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ആചാര്യൻ ഏറ്റവും വലിയ സാമൂഹിക നവോത്ഥാന നായകനാണെന്ന് പരിചയപ്പെടുത്തിയവർ, അവരുടെ ഏറ്റവും സംസ്ഥാന നേതാവ് തന്നെ ഇന്ന് പറയുന്നു അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, വഹാബി പ്രസ്ഥാനവുമായിട്ട് ഞങ്ങൾക്ക് പുലബന്ധം പോലുമില്ലെന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താക്കൾ അതിന്റെ ആശയ സ്രോതസ്സായ മൗദൂദിയെ തള്ളി പറയുന്നു. ഇന്നലെ തൗഹീദാണെന്ന് പറഞ്ഞത് ഇന്ന് ശിർക്കായി മാറുന്നു. സുന്നികൾ മുശ്രിക്കാണെന്ന് പറഞ്ഞ് സുന്നികൾക്കെതിരെ വെറുപ്പുൽപാദനം നടത്തിയ ആളുകൾ ഇന്ന് വിവിധ ഗ്രൂപ്പുകളായി ചേരിതിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വൈരുദ്ധ്യത്തിന്റെ ആദർശങ്ങൾ ഉണ്ടല്ലോ, ആ ആദർശങ്ങൾ മുസ്ലിം സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കും. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശത്തിന്റെ തെളിച്ചെണ്ണങ്ങൾ നോക്കൂ. 926 രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ നിലപാടുകൾ അന്ന് ഓതിയിരുന്ന മൗലിദുകൾ തന്നെയാണ് ഇന്നും നമ്മുടേത്. അന്ന് നമ്മുടെ പള്ളിയിലുള്ള നിസ്കാരത്തിന്റെ രീതിയും പള്ളി ദർസിന്റെ രീതിയും ഓതിയിരുന്ന കിതാബുകളും പറഞ്ഞിരുന്ന മസ്അലകളും അതുതന്നെയാണ് ഇന്നുമുള്ളത്. അന്നത്തെ രീതികൾ തന്നെ നിസ്കാരത്തിൽ അങ്ങനെ, തറാവീഹിൽ അങ്ങനെ, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തിലും എല്ലാ മതപരമായ നിയമങ്ങളുടെ കാര്യത്തിലും സാംസ്കാരിക വേലിയേറ്റങ്ങൾക്കനുസരിച്ച് ആധുനികതയുടെ പ്രളയത്തിനനുസരിച്ച് ഭേദഗതികൾ വരുത്തുന്ന സ്വഭാവം പരിശുദ്ധ ദീനിലില്ലാത്തതുകൊണ്ട് ആ തുടർച്ചയിൽ പരിശുദ്ധമായ തെളിമയോടുകൂടി സുന്നത്തു ജമാഅത്തിന്റെ ആദർശം നമുക്ക് പറയാൻ കഴിഞ്ഞു എന്ന കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. അടുത്ത 100 കൊല്ലത്തേക്കുള്ള നമ്മുടെ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം എന്ന് പറയുന്നത്. അടുത്ത 100 കൊല്ലത്തേക്ക് നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത് നമ്മൾ പുതിയ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, പുതിയ കാര്യങ്ങൾ, അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ടല്ല. എന്തുകൊണ്ടാണ് അടുത്ത തലമുറ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിറകിൽ ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ഒരൊറ്റ കാരണമാണ്. കഴിഞ്ഞ 100 കൊല്ലം സാക്ഷി. വൈരുദ്ധ്യങ്ങളില്ലാത്ത ആദർശം കാണണമെങ്കിൽ, വിരോധങ്ങളില്ലാത്ത, വെറുപ്പുൽപാദനങ്ങളില്ലാത്ത ഈ നാടിന്റെ ബഹുസ്വരതയെ സംരക്ഷിക്കുന്ന ഈ നാടിന്റെ ദാർശനിക പാരമ്പര്യത്തിന് കൂടുതൽ മുൻതൂക്കം നൽകി അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു മനോഹരമായ ആത്മീയതയുടെ സൂഫി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ തനിമയും തെളിമയുമുള്ള വഴി അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മാർഗമായിരുന്നു എന്ന് കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രം സാക്ഷിയാണ് എന്ന ആത്മഹർഷത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ 100ാം വാർഷിക സമ്മേളനത്തിലൂടെ നമ്മൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തുടർച്ചയെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ, ഒരു അമാനത്ത് പോലെ കൈമാറ്റം ചെയ്തു കൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ നാട് അതിനൊക്കെ വലിയൊരു മാതൃകയാണ്. നമ്മുടെ നാട്ടിലെ ദർസും ആദരണീയരായ ശൈഖുന ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഏറ്റവും മാതൃകായോഗ്യമായ ദർസായിട്ട് നമ്മുടെ ദർസ് ഇന്ന് ശോഭിച്ചു നിൽക്കുകയാണ്. നമ്മുടെ നാടിന്റെ അഡ്രസ് പോലും, നമ്മുടെ നാടിന്റെ മേൽവിലാസത്തെ നിർണ്ണയിക്കുന്നതിൽ പോലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ദർസിന്റെ സ്വാധീനം നമുക്ക് വിസ്മരിക്കാവതല്ല. ഇത് നമ്മുടെ ഈ നാടിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. അതിനെ എക്കാലത്തും നിലനിർത്തുവാൻ അല്ലാഹു നമുക്ക് എല്ലാ ഹിമ്മത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ഇതുപോലെ ഈ ആത്മീയവും വൈജ്ഞാനികവുമായ ഈ തുടർച്ചകൾ നമുക്ക് സമ്മാനിച്ച ധാരാളം ആളുകൾ ഈ നാട്ടിൽ നമ്മുടെ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരാണ്. ഞാനൊക്കെ ഭക്ഷണം കഴിച്ച ധാരാളം ആളുകൾ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ടുള്ള ധാരാളം നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട അഭ്യുദയകാംക്ഷികളായ നല്ല നല്ല സഹോദരങ്ങൾ, സഹോദരിമാർ, ഉമ്മമാർ, ഉപ്പമാർ, അവരൊക്കെ നമ്മുടെ ഖൽബിലുണ്ട്. അവരൊക്കെ ഇന്ന് ഖബർസ്ഥാനിലാണ്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.